കേരളത്തിൽ ഒരുപാട് പേര് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പോകുന്നത് മുഴുവൻ തട്ടിപ്പാണെന്നും അതൊക്കെ പൈസ സർക്കാർ അടിച്ചു മാറ്റുകയാണെന്നും ഒക്കെ ഒരു വ്യാപകമായ പ്രചരണം വന്നപ്പോ ഞാൻ 2018 ഇറക്കിയ വീഡിയോയാണ് ആളുകൾ അതിപ്പോ 2024 ഇറക്കിയതാണെന്നുള്ള രീതിയിൽ അതിപ്പോ പ്രചരിക്കുന്നുണ്ട്. അത് 2018 ഇറക്കിയ ഒരു വീഡിയോ ആണ്. പക്ഷെ അന്ന് ഈ വീഡിയോ വന്നപ്പോ തന്നെ ആൾക്കാർ എന്നോട് ചോദിച്ചു ഇതിന്റെ സുതാര്യതയെ പറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു 10,000 രൂപ വരെ ജില്ലാ കളക്ടറേറ്റിൽ കൊടുക്കാം, അതിന് മുകളിലോട്ടുള്ളത് സർക്കാർ കൊടുക്കും. ഇതിന്റെ ഒരു ഓഡിറ്റ് സംവിധാനമുണ്ട്, CAG ഉൾപ്പെടെ ഒരു ഓഡിറ്റ് സംവിധാനമുണ്ട്. മാത്രമല്ല ആർക്കെങ്കിലും വേണമെങ്കിൽ വിവരാവകാശ പ്രകാരം ചോദിച്ചാൽ കിട്ടും. അതേസമയം ഇപ്പൊ ഞാനാണ് പിരിക്കുന്നതെങ്കിൽ ഞാൻ പിരിച്ചാൽ വിവരാവകാശ പ്രകാരം എന്നോട് ആര് ചോദിച്ചാലും പോയി പണി നോക്കണമെന്നല്ലേ ഞാൻ പറയുള്ളൂ. ഒന്നുമില്ലെങ്കിൽ രേഖ പരിശോധിക്കാമല്ലോ, സർക്കാരിന് കണക്കുണ്ടാവും. ഈ ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്ന് പറഞ്ഞാൽ ഇത് ആര് കട്ടാലും ഇതിനൊരു കണക്കുണ്ടാവും എന്നുള്ളതാണ് അന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇതൊന്നും വിവരാവകാശ പ്രകാരം ചോദിച്ച ആളുകൾക്ക് സമയബന്ധിതമായി സർക്കാർ ഇത് കൊടുത്തിട്ടില്ല എന്നുള്ളതിന് തെളിവുകൾ ഇപ്പൊ നമ്മുടെ പക്കലുണ്ട്. തട്ടിപ്പുകൾ നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള ഏക വഴി സർക്കാർ ഇത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. സർക്കാർ അത് ചെയ്യാത്തിടത്തോളം ഇനി ആളുകളോട് CMDRFലേക്ക് പണം കൊടുക്കണമെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്റെ വാക്ക് വിശ്വസിച്ച് കുറെ പേര് പണം കൊടുക്കുന്നുണ്ട്. അത് തട്ടിച്ചു പോയി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് എവിടെ പോയി അറിയാനുള്ള അവകാശം ആ കൊടുക്കുന്ന ആളുകൾക്കുണ്ട്. വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിണറായി വിജയന്റെ പണ്ട് കാലത്ത് നടത്തിയ ദുരിതാശ്വാസ തട്ടിപ്പുകളെ കുറിച്ചുള്ള വാർത്തകൾ പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ 40ഓളം ചാനലുകൾക്കെതിരെ, ഓൺലൈൻ ചാനലുകൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിൽ ആരെ വിമർശിക്കാനും എല്ലാവർക്കും അധികാരമുണ്ട്. അതിനെതിരെ കേസ് കൊടുക്കേണ്ടത് ഡിഫമേഷൻ കേസ് മാത്രമാണ്. അല്ലാത്ത ഒരു കേസ് നിലനിൽക്കില്ല എന്ന് എന്നെ കള്ളക്കേസിൽ കുടുക്കി 153 പ്രകാരം കലാപമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെതിരെ പച്ചയ്ക്ക് പറഞ്ഞതിന് അറസ്റ്റ് ചെയ്ത് എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി അന്ന് ജാമ്യം തന്നു. പിന്നീട് ഞാൻ ക്ലെയിം പെറ്റീഷൻ കൊടുത്തപ്പോൾ എറണാകുളം ACJM കോടതി ഉത്തരവിട്ടു. ഈ കേസേ നിൽക്കുകയില്ല, കലാപം എന്ന് പറഞ്ഞുകൊണ്ട് 153 പ്രകാരം എടുത്ത കേസ് നിലനിൽക്കുകയില്ല. അതിന് കാരണം അത് പിണറായി വിജയനെ, മുഖ്യമന്ത്രിയൊക്കെ ഡയറക്റ്റ് ചീത്ത പറഞ്ഞതാണ്. അദ്ദേഹം ചെയ്ത തെറ്റുകളെയാണ് വിമർശിച്ചുള്ളത്. പിണറായി വിജയൻ അത് അപകീർത്തിയായിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിന് നേരെ പോയിട്ട് കോടതിയിൽ പോയി കേസ് കൊടുക്കാം. പോലീസിന് യാതൊരു അധികാരവുമില്ല എന്ന് കൃത്യമായിട്ട് എറണാകുളം ACJM ഉത്തരവിട്ടുള്ളതാണ്. അന്ന് എൻ്റെ ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ എല്ലാ കമ്പ്യൂട്ടറും അതേപടി എൻ്റെ ഓഫീസിൽ കൊണ്ടുവെക്കണമെന്ന് കോടതി ഉത്തരവിട്ടു. ഇപ്പോഴിതാ പിണറായി വിജയൻ വീണ്ടും ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ദുരിതാശ്വാസ തട്ടിപ്പുകൾ മുമ്പ് നടന്നതിൻ്റെ കൃത്യമായ കണക്കുകൾ ഈ ലോകത്തിലെ എല്ലാവർക്കും അറിയാമെന്നിരിക്കെ പിണറായി വിജയൻ വീണ്ടും പണപ്പിരിവുമായി വരുമ്പോൾ മുമ്പ് ഇത്തരം തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടെന്ന് വിളിച്ചു പറയാനുള്ള തൻ്റെ ഇടമുള്ള ആളുകൾ കേരളത്തിലുണ്ട്. അത് അവകാശമാണ്. പിണറായി വിജയൻ കള്ളനാണ് എന്ന് പറയാനുള്ള അവകാശം നമുക്കുണ്ട്. ഇപ്പോഴിതാ ഹരീഷ് വാസുദേവൻ പിണറായി വിജയന്റെ വലങ്കൈയാണെന്നും അദ്ദേഹത്തിന് മുമ്പ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുത്താൽ ഒന്നും സംഭവിക്കില്ലെന്നും വലിയ പ്രചരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ കമ്മികൾ നടത്തിയിരുന്നത്. എന്നാൽ അത് കള്ളമാണെന്ന് നമ്മുടെ ഷാജൻസ്കറിയ പ്രസിദ്ധീകരിച്ചൊരു വീഡിയോയിൽ ബെന്നി ജോസഫും ഹരീഷ് വാസുദേവൻ സംസാരിക്കുന്ന റെക്കോർഡിൽ നിന്ന് വ്യക്തമാണ്. അതായത് അദ്ദേഹം പുറത്തുവിട്ട ഒരു ഫോൺ സംഭാഷണം ഹരീഷ് വാസുദേവും അതേപോലെ ബെന്നി ജോസഫും തമ്മിൽ സംസാരിച്ച റെക്കോർഡിൽ വളരെ കൃത്യമായി പറയുന്നു, ഇതിൽ സംശയമുണ്ട്, ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണ്. പ്രൈം മിനിസ്റ്ററുടെ ഫണ്ടിലേക്ക്, ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്താൽ പോലും തട്ടിപ്പ് നടത്താം. അതേപോലെ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് കൊടുത്താലും തട്ടിപ്പ് നടത്താം. അതിന് യഥാർത്ഥ കണക്കുകൾ അതാ സമയത്ത് പബ്ലിഷ് ചെയ്യാത്തിടത്തോളം കാലം ഇത്തരം ദുരൂഹതകൾ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകും. അതുകൊണ്ട് ഓരോ സമയത്തും കിട്ടിയിട്ടുള്ള പണവും ചെലവഴിച്ചുള്ള പണവും എന്തിനാണ് ചെലവഴിച്ചതെന്നും കൃത്യമായി പബ്ലിഷ് ചെയ്യണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന ഫണ്ടിൻ്റെ യാതൊരു വിവരവും കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല. വിവരാവകാശ നയപ്രകാരം ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി കൊടുക്കുന്നില്ല. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവിടെ ചീഞ്ഞു നാറുന്നു. അദ്ദേഹം എന്ന് സംസാരിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. CMDRFിൽ കിട്ടുന്ന പണത്തിന്റെ മുഴുവൻ ചെലവും ജനങ്ങൾ കാണെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ പബ്ലിഷ് ചെയ്യുമ്പോൾ അത് വാങ്ങിച്ച ആളുകളുടെ പേരോ ഫോട്ടോയോ കൊടുക്കരുത്. കാരണം ഒരിക്കലും ആരും അറിയാൻ പാടില്ല ഇത് ഇന്നയാള് അത് ഗതികെട്ടി മേടിച്ചു. പക്ഷെ അതിന്റെ കണക്ക് കൃത്യമായി ഇത്ര വീടുകൾ ഇന്ന സ്ഥലത്ത് വെച്ചു കൊടുത്തു, ഇതാണ് അതിന്റെ കണക്ക്. ഞാൻ ഇന്നലെ ആ വെബ്സൈറ്റിൽ കയറിയിട്ടും അങ്ങനെ ഒരു കണക്ക് കാണാനില്ല. താങ്കൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ എന്റെ അഭിപ്രായം മാറി
CMDRF ഇനി ഞാൻ പണം കൊടുക്കണമെങ്കിൽ സർക്കാർ ഇതുവരെ CMDRF കിട്ടിയ പണത്തിന്റെ 1 ലക്ഷം രൂപയിൽ കൂടുതൽ ചെലവാക്കിയ തുകയെ പറ്റിയുള്ള കൃത്യമായ വിവരം സുതാര്യമായി ആളുകൾ വിവരാവകാശ പ്രകാരം സ്റ്റാമ്പ് ഒട്ടിച്ച് ചോദിക്കാൻ നിൽക്കാതെ പബ്ലിഷ് ചെയ്യേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അത് സർക്കാർ ചെയ്യുന്നില്ല. ഇതിൽ സുതാര്യത ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളോട് 30,000 40,000 ഒക്കെ ഓരോ ജില്ലയിലെയും കണക്ക് ചോദിക്കാൻ വേണ്ടി പറയുന്നതും ശരിയല്ല. നിയമസഭയിൽ ഇതിന്റെ റെക്കോർഡ്സ് കൃത്യമായി വെക്കേണ്ടതാണ്. ഞാൻ ഇതൊന്നും പറയുന്നത് അതിനകത്ത് തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നല്ല, പക്ഷേ തട്ടിപ്പ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനുള്ള വാതിൽ തുറന്നിടാത്തിടത്തോളം തട്ടിപ്പുകാർക്ക് അത് പ്രചോദനമാകുമെന്ന് മാത്രമല്ല, എറണാകുളം ജില്ലയിൽ CMDRF നിന്ന് പണം തട്ടിപ്പ് നടത്തി എന്നൊരു ഡെപ്യൂട്ടി കളക്ടർക്കെതിരെ വിജിലൻസിന്റെ റിപ്പോർട്ട് വന്നിട്ട് സർക്കാർ 2 or 3 വർഷം എടുത്തിട്ടും അയാൾക്കെതിരെ നടപടിയെടുക്കുകയോ ആ പണം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള കുറ്റമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള ഏക വഴി സർക്കാർ ഇത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. സർക്കാർ അത് ചെയ്യാത്തിടത്തോളം ഇനി ആളുകളോട് CMDRF പണം കൊടുക്കണമെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്റെ വാക്ക് വിശ്വസിച്ച് കുറെ പേര് പണം കൊടുക്കുന്നുണ്ട്. അത് തട്ടിച്ചു പോയി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് എവിടെ പോയി അറിയാനുള്ള അവകാശം ആ കൊടുക്കുന്ന ആളുകൾക്കുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ ചോദ്യം ചെയ്യാൻ പാടില്ല, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്, അതിൽ നടന്ന തട്ടിപ്പുകളെക്കുറിച്ച് പറയാൻ പാടില്ല എന്നൊക്കെ നിയമം കൊണ്ടുവന്നാൽ പിണറായി മുമ്പ് അടിയന്തരാവസ്ഥ സമയത്ത് പത്രസ്വാതന്ത്ര്യത്തിനെതിരെയും അതേപോലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെയും ഇന്ദിരാഗാന്ധി നിലപാടെടുത്തപ്പോൾ, നിയമം കൊണ്ടുവന്നപ്പോൾ, അത് ചവിട്ടിമെതിച്ചപ്പോൾ അതിനെതിരെ പടവാളെടുത്തി ചാടിയിറങ്ങിയ ഒരാളാണ് താങ്കൾ. അന്ന് ജയിലിലേക്ക് പോയി തല്ലുകൊണ്ടു, ചവിട്ടേറ്റു എന്നൊക്കെയാണ് പറയുന്നത്. അടിയന്തരാവസ്ഥയുടെ ആ ഭീകര നാളുകളിൽ അന്ന് പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അതേപോലെ പൗര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അതിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും പോരാടിയിട്ടുള്ള താങ്കൾ ഭരണത്തിൽ വന്നപ്പോൾ അതെല്ലാം മറന്നുപോയി. താങ്കൾക്ക് വിമർശനം കേൾക്കാൻ പോലും വയ്യാത്ത, സഹിഷ്ണുതയില്ലാത്തൊരവസ്ഥയിലേക്ക് താങ്കളുടെ മാനസിക നില തെറ്റിയിരിക്കുകയാണ്. താങ്കളെ തീർച്ചയായും ഒരു ഏകാധിപത്യത്തിൻ്റെ പ്രവണതയിൽ നിന്നുണ്ടാകുന്ന ഒരു അസുഖമാണിത്. ഇത് ഹിറ്റ്ലറും മുസോളിനിയും കാട്ടിയിട്ടുള്ള അസുഖമാണ്. ആ അസുഖം കാണിച്ച് ഇന്ത്യയിൽ ഭരണഘടനാ പ്രകാരം സ്വാതന്ത്ര്യമുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേൽ ചവിട്ടിമെതിക്കാനാണ് വരുന്നതെങ്കിൽ നിയമപരമായി നേരിടാനുള്ള കഴിവ് ഇവിടുത്തെ പത്രപ്രവർത്തകർക്കുണ്ട്. ഇപ്പോൾ കള്ളക്കേസ് എടുത്ത് ആർക്കെതിരെയെങ്കിലും ഇങ്ങനെ കേസെടുത്താൽ അവർക്കൊക്കെ തന്നെ സഹായങ്ങൾ ചെയ്ത് നിയമപരമായി പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യതയും ഞങ്ങൾക്കുണ്ട്. നിങ്ങളെ ഇൻഡാസും കൊണ്ടൊന്നും ഞങ്ങൾ പേടിക്കില്ല പിണറായി. ഇത് വിനാശകാല വിപരീത ബുദ്ധി എന്നാണ് ഇതിന് ഇപ്പോൾ മറുപടി പറയാനുള്ളത്. നന്ദി, നമസ്കാരം. അഡ്വക്കേറ്റ് ഹരീഷ് വാസ്തവനല്ലേ സംസാരിക്കണേ? അതെ അതെ. എനിക്കൊരു ചെറിയ അഭിപ്രായം അറിയാനാണ്. നിങ്ങളുടെ ഒരു വീഡിയോ പ്രചരണത്തിൽ വന്നിട്ടുണ്ട്, റൈറ്റ് ഇൻഫർമേഷൻ ചോദിച്ചാൽ കിട്ടും, എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കണം, ഇതെല്ലാം കൃത്യം കണക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞ് താങ്കളുടെ ഒരു വീഡിയോ ഞാൻ കണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് ഞാൻ 2018 ഫ്ലഡ് വന്നതിന് ശേഷം കേരളത്തിൽ ഒരുപാട് പേര് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പോകുന്നത് മുഴുവൻ തട്ടിപ്പാണെന്നും അതൊക്കെ പൈസ സർക്കാർ അടിച്ചു മാറ്റുകയാണെന്നും ഒക്കെ ഒരു വ്യാപകമായ പ്രചരണം വന്നപ്പോ ഞാൻ 2018 ഇറക്കിയ വീഡിയോയാണ് ആളുകൾ അതിപ്പോ 2024 ഇറക്കിയതാണെന്നുള്ള രീതിയിൽ അതിപ്പോ പ്രചരിക്കുന്നുണ്ട്. അത് 2018 ഇറക്കിയ ഒരു വീഡിയോ ആണ്. പക്ഷെ അന്ന് ഈ വീഡിയോ വന്നപ്പോ തന്നെ ആൾക്കാർ എന്നോട് ചോദിച്ചു ഇതിന്റെ സുതാര്യതയെ പറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു 10,000 രൂപ വരെ ജില്ലാ കളക്ടറേറ്റിൽ കൊടുക്കാം, അതിന് മുകളിലോട്ടുള്ളത് സർക്കാർ കൊടുക്കും. ഇതിനൊരു ഓഡിറ്റ് സംവിധാനമുണ്ട്, CAG ഉൾപ്പെടെ ഒരു ഓഡിറ്റ് സംവിധാനമുണ്ട്. മാത്രമല്ല ആർക്കെങ്കിലും വേണമെങ്കിൽ വിവരാവകാശ പ്രകാരം ചോദിച്ചാൽ കിട്ടും. അതേസമയം ഇപ്പൊ ഞാനാണ് പിരിക്കുന്നതെങ്കിൽ ഞാൻ പിരിച്ചാൽ വിവരാവകാശ പ്രകാരം എന്നോട് ആര് ചോദിച്ചാലും പോയി പണി നോക്കണമെന്നല്ലേ ഞാൻ പറയുള്ളൂ. ഒന്നുമില്ലെങ്കിൽ രേഖ പരിശോധിക്കാമല്ലോ, സർക്കാരിന് കണക്കുണ്ടാവും. ഈ ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്ന് പറഞ്ഞാൽ ഇത് ആര് കട്ടാലും ഇതിനൊരു കണക്കുണ്ടാവും എന്നുള്ളതാണ് അന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇതൊന്നും വിവരാവകാശ പ്രകാരം ചോദിച്ച ആളുകൾക്ക് സമയബന്ധിതമായി സർക്കാർ ഇത് കൊടുത്തിട്ടില്ല എന്നുള്ളതിന് തെളിവുകൾ ഇപ്പൊ നമ്മുടെ പക്കലുണ്ട്. അതിലൊന്നാണ് എനിക്ക് 2 വർഷം നടന്നിട്ട് 36,500 രൂപ അവസാനം അടക്കാൻ പറഞ്ഞത്. സത്യം. അപ്പൊ അതായത് CMDRFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇത് പോസിറ്റീവ് വശം എന്ന് പറഞ്ഞാൽ സർക്കാർ ചെയ്യുന്നതുകൊണ്ട് അതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും എന്നാണ്. അതാണ് അതിന്റെ മറ്റ് പ്രൈവറ്റ് ഫണ്ടുകളിൽ നിന്ന് അതിനെ വ്യത്യസ്തമാക്കുന്നത്. പക്ഷെ അതിന് സുതാര്യത വേണം. ഈ സുതാര്യതയാണ് നമ്മൾ വിവരാവകാശ പ്രകാരം ചോദിച്ചാൽ എന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ഈ സുതാര്യത വിവരാവകാശ പ്രകാരം ചോദിച്ചു കൊടുക്കേണ്ട ഒന്നല്ല. CMDRFൽ കിട്ടുന്ന പണത്തിന്റെ മുഴുവൻ ചെലവും ജനങ്ങൾ കാണെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ പബ്ലിഷ് ചെയ്യുമ്പോൾ അത് വാങ്ങിച്ച ആളുകളുടെ പേരോ ഫോട്ടോയോ കൊടുക്കരുത്. കാരണം ഒരിക്കലും
ആരും അറിയാൻ പാടില്ല ഇത് ഇന്നയാള് അത് ഗതികെട്ടി മേടിച്ചു. പക്ഷെ അതിന്റെ കണക്ക് കൃത്യമായി ഇത്ര വീടുകൾ ഇന്ന സ്ഥലത്ത് വെച്ചു കൊടുത്തു, ഇതാണ് അതിന്റെ കണക്ക്. ഞാൻ ഇന്നലെ ആ വെബ്സൈറ്റിൽ കയറിയിട്ടും അങ്ങനെ ഒരു കണക്ക് കാണാനില്ല. താങ്കൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ എന്റെ അഭിപ്രായം മാറി. CMDRF ഇനി ഞാൻ പണം കൊടുക്കണമെങ്കിൽ സർക്കാർ ഇതുവരെ CMDRF കിട്ടിയ പണത്തിന്റെ 1 ലക്ഷം രൂപയിൽ കൂടുതൽ ചെലവാക്കിയ തുകയെ പറ്റിയുള്ള കൃത്യമായ വിവരം സുതാര്യമായി ആളുകൾ വിവരാവകാശ പ്രകാരം സ്റ്റാമ്പ് ഒട്ടിച്ച് ചോദിക്കാൻ നിൽക്കാതെ പബ്ലിഷ് ചെയ്യേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അത് സർക്കാർ ചെയ്യുന്നില്ല. ഇതിൽ സുതാര്യതയുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളോട് 30,000 40,000 ഒക്കെ ഓരോ ജില്ലയിലെയും കണക്ക് ചോദിക്കാൻ വേണ്ടി പറയുന്നതും ശരിയല്ല. നിയമസഭയിൽ ഇതിന്റെ റെക്കോർഡ്സ് കൃത്യമായി വെക്കേണ്ടതാണ്. ഞാനിതൊന്നും പറയുന്നത് അതിനകത്ത് തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നല്ല, പക്ഷെ തട്ടിപ്പ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനുള്ള വാതിൽ തുറന്നിടാത്തിടത്തോളം തട്ടിപ്പുകാർക്ക് അത് പ്രചോദനമാകുമെന്ന് മാത്രമല്ല, എറണാകുളം ജില്ലയിൽ CMDRF നിന്ന് പണം തട്ടിപ്പ് നടത്തി എന്നൊരു ഡെപ്യൂട്ടി കളക്ടർക്കെതിരെ വിജിലൻസിന്റെ റിപ്പോർട്ട് വന്നിട്ട് സർക്കാർ 2 or 3 വർഷം എടുത്തിട്ടും അയാൾക്കെതിരെ നടപടിയെടുക്കുകയോ ആ പണം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള കുറ്റമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള ഏക വഴി സർക്കാർ ഇത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. സർക്കാർ അത് ചെയ്യാത്തിടത്തോളം ഇനി ആളുകളോട് CMDRF പണം കൊടുക്കണമെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്റെ വാക്ക് വിശ്വസിച്ച് കുറെ പേര് പണം കൊടുക്കുന്നുണ്ട്. അത് തട്ടിച്ചു പോയി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് എവിടെ പോയി എന്ന് അറിയാനുള്ള അവകാശം ആ കൊടുക്കുന്ന ആളുകൾക്കുണ്ട്. കാരണം ഇതൊരു സർക്കാർ ടാക്സ് പിരിക്കുന്നവരെ കൊടുക്കുന്ന ഒരു സംഗതിയല്ല. ഞാൻ അധ്വാനിച്ചതിൽ നിന്ന് ഞാൻ കൊടുക്കുന്ന ഒരു തുകയാണ്. ഞാൻ വയനാട്ടിൽ നേരിട്ട് പോയി സഹായിക്കാതെ ഞാൻ സർക്കാരിനെ വിശ്വസിച്ച് കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും എനിക്ക് കണക്ക് തരാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. അതിൽ സർക്കാർ സുതാര്യത കാണിക്കുന്നില്ലെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനത്തിൽ വിശ്വാസമില്ല എന്ന് പൗരന് പറയേണ്ടി വരും. അതുകൊണ്ട് ഞാനിപ്പോ അത് വിശദമായിട്ട് പറയാനിരിക്കുകയാണ്. അതുകൂടാതെ ഈ CMDRF, അതായത് ചീഫ് മിനിസ്റ്ററിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അല്ലാണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും സംവിധാനം ഉണ്ടോ? ഇപ്പോ ജനങ്ങൾക്ക് ഈ അഴിമതി നടത്തിയോ കട്ടോ, സർക്കാർ കട്ടോ, കളക്ടർ കട്ടോ, മുഖ്യമന്ത്രി കട്ടോ, ബെന്നി ജോസഫ് കട്ടോ എന്നുള്ളതല്ലല്ലോ വിഷയം. ഈ പാവങ്ങളെ സഹായിക്കാൻ മറ്റൊരു മാർഗം എന്തെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ അഡ്വക്കേറ്റ് ഹാരിഷ് വാസുദേവന്? സത്യത്തിൽ നമ്മൾ ബാക്കി ഏത് ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ കാര്യം പറഞ്ഞാലും അതിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന് ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സംവിധാനമില്ല. സർക്കാരിന്റെ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? ഡിസ്ട്രിക്ട് റിലീഫ് ഫോറം അങ്ങനെ വല്ലതും ഉണ്ടോ? ഡിസ്ട്രിക്ട് റിലീഫ് ഫോറം ഉണ്ട്. പക്ഷെ ഈ ദുരന്ത നിവാരണ ആക്ടിന്റെ കീഴിൽ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കീഴിൽ സ്റ്റേറ്റ് റിലീഫ് കമ്മീഷണർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. ജില്ലാ ദുരന്ത നിവാരണ കമ്മീഷണർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. അവർക്ക് അക്കൗണ്ട് ഉണ്ടോ? അവർക്കും അക്കൗണ്ട് ഉണ്ട്. പക്ഷെ അതിൽ പൊതുജനങ്ങളുടെ പണം മേടിക്കാൻ പറ്റില്ല. കാരണം അതിൽ ഇഷ്ടംപോലെ പൈസ കേന്ദ്ര ഞാനൊരു സജഷൻ പറയട്ടെ. നമ്മളിപ്പോ തന്നെ എല്ലാരും കൂടി സംഖ്യയാക്കും. ഈ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസവും ഇങ്ങനെയൊക്കെ തന്നെ ആണോ? ഇതിനേക്കാൾ തട്ടിപ്പല്ലേ എന്നല്ലേ സുപ്രീം കോടതി പറഞ്ഞത്. കാരണം PM റിലീഫ് ഫണ്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കിയിട്ട് അതിന് വിവരാവകാശ നിയമമേ ബാധകമല്ല എന്നും അതിൽ വരുന്ന കണക്ക് CAGക്ക് കൊടുക്കാൻ പറ്റില്ലെന്നും ഒരു കാരണവശാലും ഇതിന്റെ കണക്ക് ചോദിച്ച് ആരും വരണ്ട എന്നും പറഞ്ഞ് പ്രധാനമന്ത്രി തീരുമാനം എടുക്കുകയും അന്ന് മാത്രമല്ല കേരളത്തിലടക്കം ഓരോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ ലാഭവിഹിതം CSR ആയിട്ട് നമുക്ക് കിട്ടിയിരുന്നു ഇല്ലേ? നമ്മള് കൊച്ചിൻ റിഫൈനറിയുടെ CSR അല്ലെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ CSR അതുപോലെ പൊതു സ്ഥാപനങ്ങളുടെ CSR നമ്മളിപ്പോ വയനാട്ടിൽ കൊടുക്കേണ്ട പൈസ നമുക്ക് ഫണ്ട് കിട്ടുമായിരുന്നു ഇവിടെ. ഇപ്പൊ PM റിലീഫ് ഫണ്ട് വന്നതിന് ശേഷം ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളോട് മുഴുവൻ അവരുടെ CSRലെ പൈസ PM റിലീഫ് ഫണ്ടിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു ഓർഡറാണ്. അവർ കൊടുത്തിരിക്കുകയാണ് കണ്ടമാനം പൈസ. അതുകൊണ്ട് അവർക്ക് കേരളത്തിൽ ചെലവാക്കാൻ പൈസയില്ല. അപ്പൊ എന്നിട്ട് കണക്ക് ചോദിച്ചാൽ കണക്ക് തരില്ല എന്ന് കോടതിയോട് പറയുകയും ചെയ്യുന്നു. കോടതികളും അതിലും മിണ്ടാതിരിക്കുകയാണ്. അപ്പൊ ഇവിടെ അറ്റ്ലീസ്റ്റ് ചോദിക്കുന്നതിന് എന്തെങ്കിലും കണക്ക് കിട്ടുന്നുണ്ട്, അവിടെ ഒരു കണക്കും കിട്ടുന്നില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വലിയ വീട് പണിതു താമസിക്കാനായിട്ട്. ഈ താമസിക്കാനുള്ള വീടിനകത്ത് ചെളിയും പൊടിയുമാണ്. ഭയങ്കരമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റാത്ത കിടക്കുക. നമ്മൾ വേറൊരു വീട് വെക്കുന്നതിനെ പറ്റി ആലോചിക്കരുത്. കാരണം നമ്മൾ കാശ് മുടക്കി പണിത വീടാണിത്. ഈ വീട് നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. CMDRF എന്ന പ്രോസസ്സ് സുതാര്യമാക്കി കിട്ടേണ്ടത് നമ്മുടെ അവകാശമാണ്. അതിന് താങ്കൾ നേരത്തെ പറഞ്ഞ വിഷയത്തിലോട്ട് വന്നത് എങ്ങനെ ചെയ്യും? ഒരു ആഴ്ച ഈ ബഹളം കഴിഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് നമ്മൾ 1-2 ആഴ്ച സമയം കൊടുക്കും. ഇതിനുള്ളിൽ സർക്കാർ ഇതുവരെയുള്ള കണക്കുകൾ സുതാര്യമായി പബ്ലിഷ് ചെയ്യുന്നില്ല എങ്കിൽ ലോകായുക്തയിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഒറിജിനേറ്റ് ചെയ്യാനാണ് വ്യക്തിപരമായി ഞാൻ തീരുമാനിച്ചത്. അല്ല, ലോകായുക്തത്തിന് പല്ലും നഖവും ഇല്ലെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൈക്കോടതിയെ സമീപിക്കാം. ഹൈക്കോടതി ഇവിടെ തീർച്ചയായിട്ടും ഈ കേസ് ഹൈക്കോടതിയിലേക്ക് മാറും.
അതായിരിക്കും. ഇത് ഹൈക്കോടതിയിൽ. കാരണം അതിപ്പോ ഓൾറെഡി ലോകായുക്തത്തിൽ ഈ കേസ് നിൽക്കില്ല എന്നും പറഞ്ഞ ഹൈക്കോടതിയിൽ വന്ന സ്ഥിതിക്ക് നമ്മൾ ഇനി അവിടെ കിടന്ന് നിരങ്ങണ്ടല്ലോ. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഹൈക്കോടതിയോട് ആവശ്യപ്പെടാം. അപ്പൊ ഞാൻ ഇതുവരെ നമ്മൾ തമ്മിലുള്ള ഒരു 20 കൊല്ലത്തെ അല്ലെ 25 കൊല്ലത്തെ ബന്ധത്തിൽ ഒരു ആഗ്രഹവും ഒരു കാര്യവും ആവശ്യപ്പെടുകയാണ്, അപേക്ഷിക്കുകയാണ്. ഇത് നമുക്ക് ഇങ്ങനെ പാവങ്ങളുടെ ഈ കണ്ണീർ പണം, അതായത് പാവങ്ങള് കുടുക്ക പൊട്ടിച്ചും സൈക്കിള് മേടിക്കാൻ വെച്ച കുഞ്ഞുങ്ങളുടെ ആടിനെ കൊടുത്ത ഉമ്മ, ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് കൊടുക്കുന്ന മനസാക്ഷിയുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ താങ്കൾ ഇതുമായിട്ട് മുന്നോട്ട് പോകണം. ബെന്നി ജോസഫ്, ഫ്രണ്ട്സ് ഓഫ് ബെന്നി ജോസഫും ജനപക്ഷോ അല്ലെങ്കിൽ ആരാവട്ടെ മനുഷ്യകുലത്തിൽപ്പെട്ട എല്ലാവരും താങ്കളുടെ ഒപ്പം ഉണ്ടാവും. ഈ കണക്ക് മുഴുവനും പ്രസിദ്ധീകരിപ്പിച്ചിട്ടല്ലാതെ 1 രൂപ CMDRFിലേക്ക് വ്യക്തിപരമായി ഞാൻ കൊടുക്കില്ല. അത് ചെയ്യുന്നവരെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും. അതിനി സഹായം കിട്ടുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. ഇല്ലെങ്കിലും നമ്മൾ ഇപ്പൊ കൊച്ചിയിലുള്ള പണ്ട് മുതൽ കേസുകൾ നടത്തുന്നത്, ബെന്നിച്ചേട്ടൻ തന്നെ എത്ര കേസ് നടത്തിയത് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും, ഒരു തർക്കമില്ല. താങ്ക് യു ഹരീഷ്. എന്റെ കൊച്ചനുജന് വീണ്ടും നാടിന് നന്മ ചെയ്യാനാവട്ടെ. ആരുടെയും ഒപ്പം നിൽക്കാതെ ന്യായത്തിന്റെ ഒപ്പവും നീതിയോടൊപ്പം നിൽക്കാൻ നിനക്ക് ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒത്തിരി സന്തോഷം. ഈ കേസുമായിട്ട് മുന്നോട്ട് പോണേ.